ഹായ്, ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു അനുവാദത്തിന് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ്. നിങ്ങൾ എനിക്ക് കുറച്ച് നിലയും വിലയും അംഗീകാരവും ഒക്കെ തന്നിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെയും കൂടി അനുവാദത്തോടു കൂടി തന്നെ ആയിരിക്കണമല്ലോ. എനിക്കുണ്ടല്ലോ ഒരാളെ എനിക്കറിയാവുന്ന അത്രയും ചീത്ത വിളിക്കണം, നിങ്ങൾ അംഗീകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അത് മറ്റാരെയല്ല, നമ്മുടെ കലാമണ്ഡലം സത്യഭാമ. അവരെന്താ ഈ പറയുന്നതും കാട്ടിക്കൂട്ടുന്നു, ഏതൊക്കെ സൈസ് തെറിയാ പറയുന്നത്. സത്യഭാമയല്ല, നിന്റെ തന്തേരെ ഭാമ. ആ ഡോക്ടർ ബിബിനെ പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടം, എന്റെ മനസ്സിൽ എന്റെ മകനെ പോണൊക്കെ കരുതുന്ന വേടനെ പറയുന്നു, വേടന്റെ കളർന്ന് പറയുന്നു. നിനക്ക് അമ്മയുണ്ടടാ വീട്ടില്? നിന്റെ അമ്മ ഒരു ഉടുപ്പൊക്കെ ഇടിച്ചിട്ട് അങ്ങനെ ഇടറാ, പക്ഷെ ഉടുപ്പിന്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത് കേട്ടാ. പിന്നെ നമ്മുടെ കലാഭവൻ മണിച്ചേട്ടന്റെ അനിയൻ RLB രാമകൃഷ്ണനെ പറഞ്ഞത് നമുക്കറിയാലോ. അതോടുകൂടിയാണല്ലോ ഇവര് വിവാദത്തിൽപ്പെട്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മല്ലികാ സുകുമാരനെ അവർ പറഞ്ഞ വൃത്തികേടെന്ന. മല്ലികയുടെ കൂടെ നടക്കാനുള്ള യോഗ്യത എന്റെ പൊന്നെ, എന്നെ അതിലും പേരെ ഞാൻ 2 മുഴം കയറെടുത്ത് കെട്ടി തൂക്കി ചാവുള്ളൂ. മല്ലികയുടെ കൂടെ പോകാനുള്ള യോഗ്യത എനിക്ക് ഉണ്ടായ. അവർക്കൊന്നുമല്ല, 2 ആമക്കളുണ്ട്, നല്ല നിലയും വിലയും ഒക്കെ ഉള്ള. അപ്പൊ നിലയും വിലയും ഇല്ലേലും ഇങ്ങനെ ഒന്നും പറയാൻ കൊള്ളത്തില്ല. അവര് കുറേ ഓടിയ വണ്ടിയാണ്. അവര് 10 വണ്ടിയുടെ പുറകെ ഓടിയിട്ടുണ്ടെങ്കിൽ ഇവർ 1000 വണ്ടിയുടെ പുറകെ ഓടിയത് കൊണ്ടാണല്ലോ ഇവർക്ക് ഈ കഥകളൊക്കെ അറിയാവുന്നത്. ഇവരെവിടെയാ വെളുത്ത് ചുമന്നിരുന്നെന്നും പറഞ്ഞുകൊണ്ട് ഇവർ മറ്റുള്ളവരെ കറുത്തവരെ അപമാനിക്കുന്നു. ഇവരുടെ എല്ലായിടും വെളുത്ത് ചുമന്ന് തൊണ്ടിപ്പഴം പോണ കാണോ ഈ സ്ത്രീയുടെ ഇരിക്കുന്നത്. ആർക്കും ആരുടെയും കളറ് പറഞ്ഞ് അപമാനിക്കാനോ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയാൻ നമുക്ക് ആർക്കും ഒരധികാരം. നമ്മൾ മറ്റുള്ളവരുടെ ഒരാളുടെ കുറ്റം കണ്ടുപിടിക്കുമ്പം നമുക്ക് 100 കുറ്റം കാണുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ ആരെ ഇടിച്ച് താത്താനും ആരുടെയും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനും പോകാതെ അവനവന്റെ കുറവുകളും നികത്തി മാന്യമായിട്ട് ജീവിക്കുന്നതല്ലേ ഒരാളുടെ മാന്യതയെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സമ്മതിക്കുവാണേലുണ്ടല്ലോ, നാളെ ഞാൻ ഇവരെ ഉണ്ടല്ലോ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഇവരെ എനിക്കറിയാവുന്ന അത്രയും ഞാൻ ചീത്ത പറഞ്ഞു കുളിപ്പിക്കും. അപ്പം ഞാൻ പറയണോ വേണ്ടായോ എന്ന് നിങ്ങളാ തീരുമാനിക്കണ്ടേ. അപ്പം നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് എന്റെ ഈ ചോദ്യത്തിന് കമന്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ. ഓക്കേ.